ഏപ്രിൽ 22 ഏതാണ്? ഭൗമദിനം. ഏപ്രിൽ 24 പഠിച്ചു വെച്ചേരെ, ഏതാണെന്നറിയാമോ? പഞ്ചായത്ത് രാജ് ദിനം. പഞ്ചായത്ത് രാജ് ദിനം. അപ്പൊ ഒന്നും കൂടെ പറയട്ടെ, 22, 21, 24, 25 എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നേ. എല്ലാവർക്കും നമസ്കാരം. പോലീസ് പരീക്ഷ ഇങ്ങ് അടുത്തു അല്ലേ? പോലീസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുക, ആത്മവിശ്വാസം ഉണ്ടാവണം, ടെൻഷൻ അടിക്കരുത്. പരീക്ഷ എടുക്കുന്നവരും ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിച്ച് മുന്നിലേക്ക് പോവുക, വിശ്വാസത്തോടെ പോവുക. നല്ല റാങ്ക് നേടിയാൽ എത്രയും പെട്ടെന്ന് ജോലി നേടാം. ഈ വർഷം തന്നെ, വരുന്ന വർഷം തന്നെ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് അല്ലേ? കുറെ നാളുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ജോലിയിൽ കയറണം. ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് പോലീസ് യൂണിഫോം വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ അധികം പേരില്ലേ? അച്ഛനമ്മമാരുടെ മുമ്പിലും മുന്ന് അഭിമാനത്തോടു കൂടി നിൽക്കാൻ, അവർ കെട്ടിപ്പിടിച്ച് ഒരു തോളിൽ കൈയിട്ട് പോലീസ് യൂണിഫോമിൽ ഒരു ഫോട്ടോ എടുക്കാൻ ഓരോരുത്തരെ കണ്ടിട്ടില്ലേ? ട്രെയിനിങ്ങിനും പാസിംഗ് ഔട്ടിലും പരേഡിലും ഒക്കെ അവരൊക്കെ പോയി ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതും നല്ല സാലറിയോടുകൂടി ജീവിക്കുന്നതും നല്ലൊരു കുടുംബ ബന്ധം. അത് മാത്രമല്ല, നല്ലൊരു വീടൊക്കെ വെക്കാനായാലും നല്ല ലോൺ എടുത്ത് അഭിമാനത്തോടു കൂടി ഈ ഒരു നിങ്ങളുടെയൊക്കെ അമ്മ പറയുന്ന കേൾക്കണം, എൻ്റെ മോൻ പോലീസിലാണ് എന്ന് പറയത്തക്ക രീതിയിൽ അഭിമാനത്തോടു കൂടി നിങ്ങൾ മുന്നേറണം. തീർച്ചയായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനനുസരിച്ച് ടോപ്പിക് അനുസരിച്ച് സിലബസ് അനുസരിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ഈ കയറിയതെല്ലാം നമ്മളെ പോലുള്ള സാധാരണക്കാരെ, നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ വലിയ തലയുള്ളവരോ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയുന്നവരോ കണക്കറിയുന്നവരോ അങ്ങനെയല്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ഏറ്റവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് അവയുടെ എക്സ്പ്ലനേഷനും പഠിക്കണം. ഒരു ഉപദ്വീപി നദിയെക്കുറിച്ച് ചോദിച്ചാൽ ഏതൊക്കെ ഉപദ്വീപി നദിയുണ്ട്, അവയുടെ പ്രത്യേകത, ഉത്ഭവം, പതനം, പോഷക നദികൾ, അങ്ങനെയുള്ള കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലിയിൽ കയറ്റും. അതുപോലെ ടോപ്പിക് അനുസരിച്ച് പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയും സുപ്രധാന നിയമങ്ങളും അതുപോലെ ഇന്ത്യൻ ജിയോഗ്രഫിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ഇതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. പഞ്ചവത്സര പദ്ധതി, ബാങ്കിങ്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം ഞാനും കൂടെ ഈ കുറച്ച് ദിവസം കൊണ്ട് ഇരുന്ന് പറഞ്ഞു തരാം. അത് മാത്രം പോരാ, ഞങ്ങളെ കൊണ്ട് ഒരു പരിധിയുണ്ട്. പക്ഷെ നിങ്ങളായിരിക്കണം ആ ടോപ്പിക് സിലബസ് എപ്പോഴും ഫ്രണ്ടിൽ കാണണം. നിങ്ങളുടെ സിലബസ് പ്രിന്റ് എടുത്തത് ഫ്രണ്ടിൽ കണ്ടിട്ട് ഏതൊക്കെ സിലബസ് ആണ് കൂടുതൽ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 10-15 ചോദ്യ പേപ്പർ എങ്കിലും മനസ്സിലാക്കി പഠിക്കുക. ഒരു 10th ലെവൽ 10-15 10th 12th ലെവൽ 15 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും പഠിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡിങ് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇപ്പൊ ശിലകളെ കുറിച്ച്, അന്തരീക്ഷ പാളികൾ, കാറ്റുകൾ, സമുദ്രങ്ങൾ, ഇതൊക്കെ ജിയോഗ്രഫിയിൽ എപ്പോഴും ചോദിക്കുന്നത്. അങ്ങനെ കുറച്ച് ട്രെൻഡിങ് ഭാഗങ്ങളും കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക കേട്ടോ. വിശ്വാസത്തോടെ പോവുക. കിട്ടുമോ കിട്ടത്തില്ലയോ പിന്നത്തെ കാര്യം, കിട്ടും എന്ന് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് നമ്മൾ പഠിക്കുക. ഏറ്റവും നല്ല റാങ്കിൽ എത്തുക. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് തന്നെയാണ് ഏറ്റവും നല്ല റാങ്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ചിന്തിച്ച് കൂട്ടി ടെൻഷനും അടിച്ച് ഉറക്കവും ഇല്ല ഊണും ഇല്ലാതിരുന്ന് പഠിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ട് ഉറക്കം കൊടുക്കുക. ഹെവി ആയിട്ട് ഉറക്കം കൊടുക്കണമെന്നില്ല, 5 മണിക്കൂറെങ്കിലും അങ്ങ് ഉറങ്ങുക. രാവിലെ സന്തോഷത്തോടെ എണീച്ച് വീണ്ടും പഠിക്കുക. ഓരോ ദിവസത്തിൽ ഇത്ര തീർക്കണമെന്ന് വാശിയോടുകൂടി പഠിക്കുക. ഓരോ ദിവസവും ഇത്ര തീർക്കണമെന്ന് വെച്ച് പഠിക്കുക. പിന്നെ ഒരു ദിവസത്തിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് 3 കൂടെ 1 മണിക്കൂർ വീതം എന്ന് മാറ്റിവെക്കുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 3നും കൂടെ 30 മാർക്ക് കിടപ്പുണ്ട്. അപ്പോൾ 1 മണിക്കൂർ എന്നും ഒരു ദിവസം ഇപ്പൊ കണക്കിന്റെ 2 ടോപ്പിക്ക്, അല്ലെങ്കിൽ ശരാശരിയും അംശബന്ധവും പഠിക്കുന്നു, അല്ലെങ്കിൽ ശരാശരിയും ഭിന്നസംഖ്യയും പഠിക്കുന്നു. അപ്പോൾ മലയാളം എതിർലിംഗം, ഒറ്റപ്പദം, വരികൾ ആരുടെ, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ, കൃതികൾ, അതുപോലെ ഇംഗ്ലീഷിന്റെ പറ്റുന്നതിനൊക്കെ പഠിക്കുക. അങ്ങനെയൊക്കെ അറിയുക. അതുപോലെ കറണ്ട് അഫേഴ്സിന് 1 മണിക്കൂർ എന്നും മാറ്റി വെക്കുക. ഏതെങ്കിലും ഒരു മാസം, ഈ മാസം ജനുവരി മൊത്തം, ഈ മാസത്തെ ജനുവരിയിൽ ഞാനങ്ങ് വായിക്കുന്നു. എന്നിട്ട് കറണ്ട് അഫേഴ്സ് സെപ്പറേറ്റ് തിരിച്ച് പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട നോബൽ സമ്മാനങ്ങളെല്ലാം പഠിക്കണം. അതുപോലെ ഏഷ്യൻ ഗെയിംസ് പഠിക്കണം. അതുപോലെ ഇപ്പൊ നടന്ന ബജറ്റിനെ കുറിച്ചൊന്ന് പഠിക്കണം. അങ്ങനെയുള്ള പ്രമേയങ്ങളുണ്ടല്ലോ, ദിനങ്ങൾ, പ്രമേയങ്ങൾ, അതെല്ലാം ഞാൻ ഇമ്പോർട്ടൻറ്റ് ഞാനും കൂടെ ഒന്ന് പറഞ്ഞുതരാം. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ തള്ളിവിടാനേ പറ്റത്തുള്ളൂ. ഇതൊക്കെ പഠിക്കണം, അതൊക്കെ പഠിക്കണമെന്ന്. പഠിച്ച് പെർഫെക്റ്റായി മുന്നോട്ട് പോകണം. എന്തറിഞ്ഞുകൂടെങ്കിൽ, കണക്കറിഞ്ഞുകൂടെങ്കിൽ അങ്ങനെ അറിയുന്ന കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് വീഡിയോസ് കിടപ്പുണ്ട്, അത് കണ്ട് ആ കണക്കുകൾ പഠിക്കണം. പ്രോഗ്രഷൻ, പലിശ, കൃത്യംഗങ്ങൾ, ഇതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. കിട്ടും, ധൈര്യമായിട്ടിരിക്കെ മുന്നോട്ട് പോവുക. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നും വിശ്വസിച്ചേ പഠിക്കാം. എനിക്ക് കിട്ടുമോ, മറ്റുള്ളവരെല്ലാം നല്ല ലെവലിൽ, ഞാൻ പഠിക്കുമ്പോഴൊന്നും വരുന്നില്ല, എനിക്കങ്ങ് ടെൻഷൻ അടിക്കുന്നു. ടെൻഷൻ അടിക്കുകയാണെങ്കിൽ എണീച്ചങ്ങ് നടക്കുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എണീച്ച് നടക്കുകയോ സന്തോഷകരമായ ഏതെങ്കിലും കാര്യം കേൾക്കുകയോ ഇച്ചിരി നേരം 1 മണിക്കൂർ ഇടവിട്ടാകുമ്പോൾ എണീക്കണം കേട്ടോ. എണീച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം സംസാരിച്ചിട്ടോ ഒക്കെ തിരിച്ചു വന്നിരിക്കുക കേട്ടോ. മനസ്സുകൊണ്ട് വീട്ടിൽ ആരുമായിട്ടും ബഹളം വെക്കാതെ, അമ്മയായിട്ടോ അച്ഛനുമായിട്ടോ ഒന്നും അടികൂടാതെ, പെങ്ങളുമായിട്ട് അടികൂടാതൊക്കെ സ്വസ്ഥമായിട്ട് അങ്ങ് ഇരിക്കുക. അത് ഇരുന്ന് പഠിക്കാൻ നോക്കുക കേട്ടോ. ആവശ്യം നിങ്ങളുടെ ആയിപ്പോയില്ലേ? അതുകൊണ്ട് ഓക്കെ, ഞാൻ ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട ഇന്ന് ഓരോ ദിവസവും എനിക്ക് പ്രധാനപ്പെട്ട എന്ന് തോന്നിയ പോലീസിന്റെ ഹോട്ട് ടോപ്പിക്സ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അത് പറ്റുന്ന കണക്കത് ഇത് എല്ലാം വരട്ടെ എന്ന് മാത്രമേ എൻ്റെ പ്രാർത്ഥനകളുള്ളൂ. തീർച്ചയായിട്ടും വരും. അത് ഇത് മാത്രം കൊണ്ടിരിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞ എൻ്റെ ടോപ്പിക്കിനെ മാത്രം ആശ്രയിച്ചിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് പോകണം. ഇനി പ്രധാനപ്പെട്ടത് ഞാനിവിടെ പോകും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വരുന്ന പോലീസ് പരീക്ഷ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്ന ഓരോരുത്തർക്കും നല്ല റാങ്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് ഒന്നാമത്തെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ഞാൻ ഇന്ന് 5 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. 5 ചോദ്യങ്ങൾ, അതായത് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ദിനങ്ങൾ, പ്രമേയങ്ങൾ, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദിനങ്ങൾ, പ്രമേയങ്ങൾ. അടുത്ത ചന്ദ്രയാൻ 3 കുറിച്ചും ചോദ്യമുണ്ട്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം, അടുത്ത 2027 ബജറ്റിൽ മാറ്റിവെച്ച കാര്യങ്ങൾ, വനിതാ സംവരണ ബില്ല്, ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ ദിനങ്ങൾ, പ്രമേയങ്ങൾ, ചന്ദ്രയാൻ 3, ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം, ബജറ്റ്, വനിതാ സംവരണ ബില്ല്. പിന്നെ ഞാൻ ഒരു റിവിഷനും കൂടെ കൊണ്ടുതരാം. നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഈ വർഷത്തെ വനിതാ ദിനം എന്നാണ്. വനിതാ ദിനം എന്ന മാർച്ച് 8 അല്ലെ? മാർച്ച് 8 സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. ഇതാണ് വനിതാ ദിനത്തിന്റെ പ്രമേയം. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. മാർച്ച് 8 എന്നാണ് വനിതാ ദിനം. മാർച്ച് 8 ദിനം പ്രമേയം പഠിച്ചു വെച്ചേ. നമ്മുടെ ഇന്ത്യൻ വനിതാ ദിനം എന്നാണ്. ഇന്ത്യൻ വനിതാ ദിനം ഫെബ്രുവരി 13 ആണ്. ഇന്ത്യൻ വനിതാ ദിനം എന്നാണ് ഫെബ്രുവരി 13. സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ഇന്ത്യൻ വനിതാ ദിനമായിട്ട് പറയുന്നത്. സരോജിനി നായിഡുവിന്റെ ജന്മദിനം കേട്ടോ. അപ്പൊ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം പഠിച്ചേ. ഇനി ഫെബ്രുവരി 2 ഏത് ദിനമാണ്? ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം അല്ലെ? തണ്ണീർത്തട ദിനം. എന്താണ് അതിന്റെ ലക്ഷ്യം? അതിന്റെ പ്രമേയം എന്തായിരുന്നു? ഈ വർഷത്തെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും ജനക്ഷേമവും. മനുഷ്യക്ഷേമം അല്ലെങ്കിൽ ജനക്ഷേമവും. തണ്ണീർത്തടവും ജനക്ഷേമവുമാണ് ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. പഠിച്ച 2 എണ്ണം. അപ്പൊ മാർച്ച് 8 പഠിച്ചു, തണ്ണീർ. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടതാണ് ഫെബ്രുവരി 21 ഏത് ദിനം? ഫെബ്രുവരി 21 ഏത് ദിനമാണ്? അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം അല്ലെ? ബഹുഭാഷാ വിദ്യാഭ്യാസവും അന്തർതലമുറകളുടെ പഠനത്തിന്റെ സ്തംഭവും ഒരു സ്തംഭമാണ് എന്നതാണ്. ബഹുഭാഷാ വിദ്യാഭ്യാസം അന്തർതലമുറകളുടെ പഠനത്തിന്റെ ഒരു സ്തംഭമാണ് എന്നതാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം. എന്നാണ് മാതൃഭാഷാ ദിനം? ഫെബ്രുവരി 21. ഇനി മാർച്ച് 21 ഏത് ദിനമാണ്? മാർച്ച് 21 വനദിനം. എന്താണെന്ന് നോക്കേ. വനങ്ങളും നവീകരണവും. മാർച്ച് 21 ഏതാണ്? വനദിനമാണ്. വനദിനത്തിന്റെ 2024 പ്രമേയം എന്താണ്? വനങ്ങളും നവീകരണങ്ങളും. മാർച്ച് 22 ഏത് ദിനമാണ്? ജലദിനം. ജലസമാധാനത്തിന്. ജലദിനം ഏതാണ്? ജലത്തിന്റെ ദിനത്തിന്റെ പ്രമേയം ജലസമാധാനത്തിന്. അപ്പൊ വനദിനം വനങ്ങളും നവീകരണവും, ജലദിനം ഏതാണ്? ജല സമാധാനത്തിനായിരുന്നു. അടുത്ത മാർച്ച് 24 ഉണ്ട്, 23 അല്ല. മാർച്ച് 24 ലോക കാലാവസ്ഥാ ദിനം. കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ. മാർച്ച് 24 ഏതാണ്? ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 23 തന്നെ. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. ശരി തന്നെയാണ്, ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാണ്. മാർച്ച് 23 ഏതാണ്? കാലാവസ്ഥാ ദിനം. കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കണേ. ഇനി ഏപ്രിൽ 7 ഈ അടുത്ത കാലത്ത് ചോദിച്ചു കണ്ടതാണ്. ലോകാരോഗ്യ ദിനം. എന്റെ ആരോഗ്യം എന്റെ അവകാശം. ഇതാണ് ലോകാരോഗ്യ ദിനത്തിൻ്റെത് കേട്ടോ. ലോകാരോഗ്യം, എന്റെ ആരോഗ്യം എന്റെ അവകാശം. പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഏപ്രിൽ 7 ഏത് ദിനമാണ്? ലോകാരോഗ്യ ദിനം. ഈ 2024 ഏതാണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം. ലോകാരോഗ്യം. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 17 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. ഏതാണ്? ഏപ്രിൽ 17 ഏത് ദിനം? നല്ലൊരു ചോദ്യം. ഹീമോഫീലിയ ദിനം. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഏപ്രിൽ 17 ആണ്. ഏപ്രിൽ 25 അറിയാമോ നിങ്ങൾക്ക്? ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 25 ഏത് ദിനമാണ്? മലേറിയ ദിനം. അപ്പൊ ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം, ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 23 ഏതാ? ഏപ്രിൽ 23 പുസ്തക ദിനം. ഏപ്രിൽ 23 ഏതാണ്? പുസ്തക ദിനമാണ്. ഏപ്രിൽ 22 പഠിച്ചു വെച്ചേരെ, ഭൗമദിനം. ഏപ്രിൽ 22 ഏതാണ്? ഭൗമദിനം. ഏപ്രിൽ 24 പഠിച്ചു വെച്ചേരെ, ഏതാണെന്നറിയാമോ? പഞ്ചായത്ത് രാജ് ദിനം. പഞ്ചായത്ത് രാജ് ദിനം. അപ്പൊ ഒന്നും കൂടെ പറയട്ടെ. 22, 21, 24, 25 എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഏപ്രിൽ 22 ഭൗമദിനം, എർത്ത് ഡേ, മറന്നു പോരുതേ. ഏപ്രിൽ 23 പുസ്തക ദിനം. ഏപ്രിൽ 23 പുസ്തക ദിനം. ഏപ്രിൽ 24 ഏത് ദിനം? പഞ്ചായത്ത് രാജ് ദിനം. അതിന്റെ വർഷം ഒന്ന് പഠിക്കണം. ഞാൻ പഞ്ചായത്ത് രാജിന്റെ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒന്ന് പറഞ്ഞേടെ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വന്ന വർഷം എന്ന 1993 ഏപ്രിൽ
24-ലാണ്. 1993 ഏപ്രിൽ 24-ലാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വന്നത്. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. ഏപ്രിൽ 25 ഏത് ദിനം? മലേറിയ ദിനം. അപ്പൊ ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനവും ഏപ്രിൽ 25 മലേറിയ ദിനവും. ഏപ്രിൽ 7 ഏത് ദിനമാണ്? ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഇത്രയും കിട്ടുമല്ലോ. അപ്പൊ അത് ഇത്രയും നല്ല ചോദ്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചു വെച്ചത്. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം ഏതെന്ന് ചോദിച്ചാല് ദിനങ്ങളിൽ യോഗാ ദിനം പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. യോഗാ ദിനം ജൂൺ 21. ജൂൺ 21 ഏത് ദിനമാണ്? യോഗാ ദിനം. ജൂലൈ 21 ഏത് ദിനമാണെന്ന് അറിയാമോ? ജൂലൈ 21 ചാന്ദ്ര ദിനം. ജൂൺ 21 യോഗാ ദിനം. ജൂലൈ 21 ഏതാണ്? ചാന്ദ്ര ദിനം. ജൂൺ 19 പഠിച്ചേരെ. ജൂൺ 19 ഏതാണെന്ന് അറിയാമോ? വായനാ ദിനം. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനം. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് പറയുന്നത്. എന്നാണ്? ജൂൺ 19 ആണ് കേട്ടോ. ഇനി അതുപോലെ ജൂൺ 29 പഠിച്ചിട്ടുണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ജൂൺ 29 ഏത് ദിനമാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. അപ്പൊ ജൂണിന്റെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഞാൻ പറയട്ടെ. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 5 ഏതാ? പരിസ്ഥിതി ദിനം. ജൂൺ 8 സമുദ്ര ദിനം. ജൂൺ 8 ഏതാണ്? സമുദ്ര ദിനം. അതുപോലെ ജൂൺ 19 ഇപ്പൊ നിങ്ങൾ പഠിച്ചേ. ജൂൺ 19 വായനാ ദിനം. ജൂൺ 21 യോഗാ ദിനം. ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ആരുടെയാണ് ജന്മദിനം? സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം നമ്മുടെ PC മഹലനോബിസിന്റെ ജന്മദിനം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവും ഇന്ത്യൻ ബജറ്റിന്റെ പിതാവും PC മഹലനോബിസ് അല്ലേ? ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവും ഇന്ത്യൻ ബജറ്റിന്റെ പിതാവും PC മഹലനോബിസ്. അദ്ദേഹത്തിന്റെ മാസിക പഠിച്ചു വെക്കണേ, സാംഖ്യ. അപ്പൊ സംഖ്യ എന്ന മാസിക ആരുടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരാണ്? PC മഹലനോബിസിന്റെ ആയിരുന്നു. PC മഹലനോബിസ്. ഓക്കെ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് വിശ്വേശ്വരയ്യയാണ് അല്ലെ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും വിശ്വേശ്വരയ്യയാണ് അല്ലെ? വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ദിനം. ഇദ്ദേഹത്തിന്റെ ആരുടെയാ? വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 15. അപ്പം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ദിനം. ഏത് ദിനമാണ്? സെപ്റ്റംബർ 15 ആണ്. വിശ്വേശ്വരയ്യയുടെ കൃതി ചോദിക്കും, തെറ്റരുത്. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ആരുടെ കൃതിയാണ്? വിശ്വേശ്വരയ്യയുടെ കൃതിയാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല കൊണ്ടുവന്നത് വിശ്വേശ്വരയ്യയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വിശ്വേശ്വരയ്യയുടെ പേരില്ല. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. കിട്ടുമല്ലോ. അത് ആരുടെ പേര്? നമ്മുടെ വിശ്വേശ്വരയ്യയുടെ. ആധുനിക മൈസൂറിന്റെ ശില്പി ഈ വിശ്വേശ്വരയ്യയാണ്. ആധുനിക മൈസൂറിന്റെ ശില്പി കേട്ടോ. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഭദ്രാവതി നദിയുടെ തീരത്താണ് കേട്ടോ. ഭദ്രാവതി നദിയുടെ തീരത്ത്. അപ്പൊ എഞ്ചിനീയേഴ്സ് ദിനം ആരുടെ ജന്മദിനം? വിശ്വേശ്വരയ്യ. സെപ്റ്റംബർ 15 പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ അല്ലെ? പോവർട്ടി ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീംസ് ഇൻ ഇന്ത്യ ആരുടെ ആയിരുന്നു? അത് ദാദാഭായ് നവറോജിയുടെയാണ് അല്ലെ? അപ്പൊ നമുക്ക് ദിനങ്ങൾ പറഞ്ഞു. ഏപ്രിൽ 17 മറന്നുപോരുത്, ഹീമോഫീലിയ ദിനം. യോഗാ ദിനം എന്നാണ്? യോഗാ ദിനം ജൂൺ 21 ആണ് യോഗാ ദിനം. പ്രമേഹ ദിനം എന്നാണ്? പ്രമേഹ ദിനം നവംബർ 14. നവംബർ 14 ആണ് പ്രമേഹ ദിനം കേട്ടോ. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അൽഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21 ആണ് അൽഷിമേഴ്സ് ദിനം എന്ന് പറയുന്നത്. പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14 ആണ് പ്രമേഹ ദിനം എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഞാൻ ദിനങ്ങളെല്ലാം വേറെ ക്ലാസ് ആയിട്ട് എടുത്തു തരാം. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ഒക്കെ ചന്ദ്രയാൻ 3 കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 3 കുറിച്ച്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന് വെരി വെരി ഇമ്പോർട്ടന്റ് 2024 ജൂലൈ 23 ജൂലൈ 14. ചന്ദ്രയാൻ 3 ഡേറ്റുകൾ നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് 2023 ജൂലൈ 14, 2023 ഓഗസ്റ്റ് 5, 2023 പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ ഓഗസ്റ്റ് 23. ഓക്കെ, ഓഗസ്റ്റ് 23 നമുക്ക് നോക്കാം. ഈ 3 ദിനം 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 എവിടെ എത്തി? ഭ്രമണപഥത്തിലെത്തി. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. 2023 ഓഗസ്റ്റ് 23 എന്താണ്? സേഫ്റ്റി ലാൻഡിംഗ് നടത്തി. സേഫ്റ്റി ലാൻഡിംഗ് നടത്തി. തെറ്റല്ലല്ലോ. ഓഗസ്റ്റ് 23. അപ്പൊ ഓഗസ്റ്റ് 5 ഭ്രമണപഥത്തിലെത്തിയത്. ഓഗസ്റ്റ് 23 സേഫ്റ്റി ലാൻഡിംഗ് നടത്തിയത്. എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് വിക്ഷേപിച്ചത്. വാഹനം LVM-3 M4 കേട്ടോ. LVM-3 N4 ആണ് വാഹനം എന്ന് പറയുന്നത്. LVM-3 N4 തെറ്റിപ്പോരുത്. അത് ചന്ദ്രന്റെ ഭാരം, ചന്ദ്രയാൻ 3 ഭാരം തെറ്റിപ്പോരുത്. 3895 കിലോഗ്രാം അല്ലെങ്കിൽ 3900 എന്ന് ഇട്ടാലും തെറ്റില്ല. 3895 കിലോഗ്രാം ചന്ദ്രയാൻ 3 ഭാരം. ആ സമയത്ത് ISRO ചെയർമാൻ ആരാ? S സോമനാഥ് അല്ലെ? S സോമനാഥ്
സോമനാഥ്. ഏത് ജില്ലക്കാരനാണ് എസ് സോമനാഥ്? മലയാളിയാണല്ലോ. ആലപ്പുഴക്കാരന്. ആലപ്പുഴ ചേർത്തല തുറവൂർ ഭാഗമാണ് ഇദ്ദേഹത്തിന്റെ വീട്. നിലാവ് കുടിച്ച സിംഹം കേട്ടോ. എസ് സോമനാഥിന്റെ ആത്മകഥ തെറ്റരുത്. എസ് സോമനാഥിന്റെ ആത്മകഥ ഏതാണ്? നിലാവ് കുടിച്ച സിംഹങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. ISRO ചെയർമാൻ എസ് സോമനാഥ് 10ാമത്തെ വ്യക്തിയായിരുന്നു കേട്ടോ. 10ാമത്തെ വ്യക്തിയാണ് എസ് സോമനാഥ്. മലയാളി 5ാമത്തെ ആളാണ് എസ് സോമനാഥ്. ആലപ്പുഴക്കാരനാണ്. നിലാവ് കുടിച്ച സിംഹമാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഇത് ഭ്രമണപഥത്തിലെത്തിയത് ആഗസ്റ്റ് 5-നാണ്. ഇനി അടുത്ത നല്ലൊരു പോയിന്റ് ഒക്കെ. സേഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ആഗസ്റ്റ് 23-നും. അങ്ങനെ ആദ്യം ഭ്രമണപഥത്തിലെത്തിയപ്പോൾ ആദ്യം വന്ന മെസ്സേജ് കണ്ടോ? ഞാൻ ചന്ദ്രന്റെ ഭൂഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ISRO ലഭിച്ച ആദ്യത്തെ സന്ദേശം ഏതാണ്? ഭ്രമണപഥത്തിലെത്തിയപ്പോൾ ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. സേഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിനു ശേഷം ലഭിച്ച മെസ്സേജ് ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ഓക്കെ, ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. അതാണ് സേഫ്റ്റ് ലാൻഡിംഗ് നടത്തിയപ്പോൾ അവിടുന്ന് വന്ന മെസ്സേജ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സേഫ്റ്റ് ലാൻഡിംഗ് ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യവും ഇന്ത്യയാണ്. ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ ആയിരുന്നു. അതൊന്ന് നോക്കണേ. അല്ലാതെ ചന്ദ്രനിൽ ഓഫ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ്? രാജ്യം 4ാമത്തെ രാജ്യമാണ്. സേഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അല്ലാതെ ദക്ഷിണ ധ്രുവത്ത് 1ാം സ്ഥാനത്ത് റഷ്യ, അമേരിക്ക, ചൈന. റഷ്യ ആദ്യം, അമേരിക്ക രണ്ടുപേരും 1966-ലും പിന്നെ ചൈന ഇങ്ങനെ 2013 സമയത്തുമായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ ആ ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. ശിവശക്തി പോയിന്റ്. നരേന്ദ്രമോദിയാണ് ആ പേര് കൊടുത്തത്. ചന്ദ്രയാൻ 3-ന്റെ ലാൻഡറിന്റെ പേര് ഓർമ്മയുണ്ടല്ലോ, വിക്രം എന്നും. ചന്ദ്രയാൻ 3-ന്റെ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നാണ്. വിക്രം എന്ന വാക്കിനർത്ഥം ധൈര്യമെന്നും റോവർ എന്ന വാക്കിനർത്ഥം പ്രഗ്യാന്റെ റോവറിന്റെ നമ്മുടെ അർത്ഥം ജ്ഞാനം എന്നതുമായിരുന്നു. കിട്ടുമല്ലോ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ഡേറ്റ് തെറ്റിപ്പോരുത്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ചന്ദ്രയാൻ 3-ന്റെ പ്രോജക്ട് ഡയറക്ടർ വീരമുത്തുവേലും മിഷൻ ഡയറക്ടർ മോഹനകുമാറുമായിരുന്നു. മിഷൻ ഡയറക്ടർ ആരാണ്? മോഹനകുമാർ. VSSC ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ചന്ദ്രയാൻ 3-ന്റെ VSSC ഡയറക്ടർ എന്ന് പറയുന്നത്. അത് അത്രയും കിട്ടുമല്ലോ. അപ്പൊ ചന്ദ്രയാനെ കുറിച്ച് ആ ഡേറ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞ്. 2023 ജൂലൈ 14, 2023 ഓഗസ്റ്റ് 5, 2023 ഓഗസ്റ്റ് 24, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 23. കിട്ടുമല്ലോ. അത് ഇത്രയും നല്ലവണ്ണം പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് കയറാവൂ. ചന്ദ്രയാൻ 3-ന് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമോ അല്ലെങ്കിൽ 1 വേർഡ് ചോദ്യമോ ഉണ്ടായിരിക്കും. അടുത്ത ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്ന് വെരി ഇമ്പോർട്ടന്റ്. 2023 മെയ് മാസം 28 നരേന്ദ്രമോദിയാണ് അല്ലെ. മെയ് മാസം 28-ന് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദി. ഡേറ്റ് തെറ്റരുത്. തറക്കില്ലിട്ടത് ഡിസംബർ 20, 2020 ഡിസംബർ 10-ന് തറക്കില്ലിടുകയും ഉദ്ഘാടനമായി നിങ്ങൾക്ക് ചോദിക്കൂ 2023 മെയ് 28-നാണ്. ആകൃതി എന്താണ്? പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ ആകൃതി ത്രികോണ ആകൃതിയാണ്. ഇത് നിർമ്മിച്ച പദ്ധതി സെൻട്രൽ വിസ്ത പ്രോജക്ട് പദ്ധതിയാണ്. പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ച പദ്ധതി ഏതാണ്? സെൻട്രൽ വിസ്ത പദ്ധതി പ്രകാരമാണ് നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി വിമൽ ഹാസ്മുഖ് പട്ടേലും. ഇതിന് 3 കവാടങ്ങളാണുള്ളത്. ജ്ഞാൻ ദ്വാർ, ശക്തി ദ്വാർ, കർമ്മദ്വാർ. ഇതിന്റെ 3 കവാടങ്ങളുടെ പേര് ജ്ഞാൻ ദ്വാർ, ശക്തി ദ്വാർ, കർമ്മദ്വാർ. ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കിയാണ് ലോകസഭാ ചേംബർ രൂപീകരിച്ചിരിക്കുന്നത് കേട്ടോ. മയിലിനെ. രാജ്യസഭയുടെ ചേംബർ നമ്മുടെ ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിലാണ് രൂപകൽപ്പന. അപ്പൊ ലോകസഭാ ചേംബർ മയിലിന്റെ ആകൃതിയിലും രാജ്യസഭാ ചേംബർ താമരയുടെ ആകൃതിയിലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പുതിയ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ലാണ്. ഏത് ബില്ലാണ്? വനിതാ സംവരണ ബില്ല്. എത്രാം ഭേദഗതി? 106-ാം ഭേദഗതി, 128-ാം ഭേദഗതി ബില്ല് കേട്ടോ. അപ്പൊ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ല്. 106-ാം ഭേദഗതി, 128-ാം ഭേദഗതി ബില്ല്. മറന്നുപോരുത്. 106-ാം ഭേദഗതി ചോദിക്കാം. അടുത്ത പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മെയ് 28-ന് ഉദ്ഘാടനം ചെയ്തെങ്കിലും ആദ്യ സമ്മേളനം സെപ്റ്റംബർ 19 കൂടിയാണ് നടന്നത്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് 75 രൂപ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ഇതിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണം മൊത്തം 1272, രാജ്യസഭയ്ക്ക് 384, ലോകസഭയ്ക്ക് 888 ആണ്. രാജ്യസഭാ ഇരിപ്പിടങ്ങൾ
884, ലോകസഭ 888 മധ്യപ്രദേശിലെ ഖജുരാവോ ക്ഷേത്രത്തിന് സമീപത്തുള്ള വിജയ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണികഴിപ്പിച്ചിരിക്കുന്നത്. ഏത് ക്ഷേത്രമാണ്? മധ്യപ്രദേശിലെ വിജയ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ഇത് പണികഴിപ്പിച്ചിരിക്കുന്നത്. അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ബജറ്റിലേക്ക് ചെലവിലേക്ക് പണം നീക്കി വെച്ചിരിക്കുക. ആരാ ബജറ്റ് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമനാണ്. 2024-25 ബജറ്റിൽ പരാമർശിക്കുന്ന പണം ചെലവാക്കുന്ന രീതി എത്ര ശതമാനങ്ങളെന്ന് നിങ്ങൾക്ക് ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കുന്നു, അല്ലെങ്കിൽ തെറ്റായത് ഏത് എന്നൊക്കെ ചോദിക്കും. പഠിച്ചു വെച്ചിരിക്കണേ. സംസ്ഥാന തീരുവ അഥവാ നികുതി വിഹിതം 20%. തെറ്റിപ്പോരുത്. സംസ്ഥാന ടാക്സ് എത്ര ശതമാനമാണ് മാറ്റി വെച്ചിരിക്കുന്നത്? 20%. പലിശ അടവും 20%. പലിശ അടവ് എത്ര? 20%. കേന്ദ്ര പദ്ധതികൾക്ക് 16%, മറ്റു ചിലവുകൾക്ക് 10%. ഫിനാൻസ് കമ്മീഷൻ മറ്റ് ട്രാൻസ്ഫറുകൾക്ക് 8%, പ്രതിരോധത്തിന് മാറ്റിവെച്ചിരിക്കുന്നത് 8%. ഫിനാൻസ് കമ്മീഷനും മറ്റ് ട്രാൻസ്ഫറുകൾക്കായിട്ട് 8%, പ്രതിരോധത്തിന് മാറ്റിവെച്ചിരിക്കുന്നത് എത്രയാണ്? 8%. കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾക്ക് വേറെയുണ്ട്. കേന്ദ്ര പദ്ധതികൾക്ക് എത്രയാണ്? അത് 16%. കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾക്ക് 8% മാറ്റിവെച്ചിട്ടുണ്ട്. സബ്സിഡി 6%, പെൻഷന് 4%. നല്ല ക്വസ്റ്റ്യൻ ഇത്. പെൻഷന് 4% മാറ്റി ചെലവാക്കുന്നു, സബ്സിഡി 6%. ഇനി ബജറ്റിൽ പരാമർശിക്കുന്ന ഓരോ രൂപയും വരുന്നത് എങ്ങനെയാണ്? കടമെടുപ്പ്, മറ്റ് ബാധ്യതകൾ, അതെല്ലാം കൂടെ 28% ഇങ്ങോട്ട് വരും. ആദായ നികുതി 19%, GST മറ്റു നികുതി 18%, കമ്പനി നികുതികൾ 17%, നികുതി ഇതര വരുമാനം 7%, എക്സൈസ് തീരുവ 5%, കസ്റ്റംസ് തീരുവ 4%, കടമല്ലാത്ത മൂലധന വരവ് 1%, മറ്റു വരുമാനം 1%. ഇത്രയാണ് നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇത്രയും നല്ലൊരു ചോദ്യമായിട്ട് അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇടവിട്ട് നോക്കുക. പരീക്ഷ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ഈ ചെലവാക്കുന്നത്. പലിശ ഇനത്തിൽ എത്ര, പ്രതിരോധത്തിന് എത്ര, പെൻഷൻ എത്ര, സബ്സിഡിക്ക് എത്ര, ഇങ്ങനെ ചോദിച്ചു. കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയ്ക്ക് വരെ ചോദിച്ചു. അതുകൊണ്ട് അത് നോക്കിയിട്ടേ പോണമെന്ന് നിങ്ങൾ ഓർമ്മ. അടുത്ത 5ാമത്തെ പോയിന്റിലേക്ക് വരാം. 5ാമത്തെ പോയിന്റ് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചാണ്. വനിതാ സംവരണ ബില്ലിന്റെ മറ്റൊരു പേര് പറഞ്ഞേടെ. വനിതാ സംവരണ ബില്ലിന്റെ മറ്റൊരു പേര് നാരി ശക്തി വന്ദന അധിനിയം, അല്ലെ? നാരി ശക്തി വന്ദന അധിനിയം 2023 ലോകസഭയിൽ അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19. ലോകസഭ അത് പാസ്സാക്കിയത് സെപ്റ്റംബർ 20 കൂടിയാണ്. രാജ്യസഭയിൽ പാസ്സാക്കിയത് സെപ്റ്റംബർ 21. രാജ്യസഭയിൽ പാസ്സാക്കി. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2023 സെപ്റ്റംബർ 28 കൂടിയാണ് കേട്ടോ. 2023 സെപ്റ്റംബർ 28 കൂടിയാണ് ഇത് അംഗീകരിച്ചത്. ബില്ല് അവതരിപ്പിച്ചത് അന്നത്തെ കേന്ദ്രത്തിലെ നിയമമന്ത്രിയായിരുന്ന അർജുൻ റാം മേഘവാൾ ആണ്. അപ്പൊ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി നിയമമന്ത്രി ആരാണ്? അർജുൻ റാം മേഘവാൾ. വനിതാ സംവരണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 106-ാം ഭേദഗതി ബില്ല് 128 ആണ്. ഭേദഗതി ബില്ല് എത്രയാണ്? 128. ലോകസഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭ എന്നിവിടങ്ങളിൽ വനിതകൾക്ക് എത്ര ശതമാനമാണ് സീറ്റുകൾ? 33% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. മറന്നുപോരുതേ. ലോകസഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭയിലേക്ക് എന്നിവിടങ്ങളിൽ വനിതകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. രാജ്യസഭയോ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഉണ്ടല്ലോ, അതായത് നിയമസഭയ്ക്കുണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾക്കോ വനിതാ സംവരണം ബാധകമല്ല. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ബാധകമല്ല. അപ്പൊ വനിതാ സംവരണ ബില്ല് ഭേദഗതി പറഞ്ഞയുടെ 106-ാം ഭേദഗതിയാണ്. ഭേദഗതി ബില്ല് എത്രയുടെ? 128. 5 പോയിന്റ് മനസ്സിലായേ? 5 ഇതുപോലെ ഓരോ സെക്ഷൻ വേണം. നമുക്കൊരു ഇച്ചിരി ഒന്ന് റിവിഷൻ കേട്ടാലോ? ഒരു 10 മിനിറ്റും കൂടെ അല്ലാതൊന്ന് റിവിഷൻ, ഇത് ടോപ്പിക് ബേസ് വെച്ചും അല്ലാതൊന്ന് റിവിഷൻ കേട്ടാലോ? ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാ? ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ്, അല്ലെ? ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശ്, ജനസംഖ്യ കുറവ് സിക്കിമിനാണ്. ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശ്, ജനസംഖ്യ കുറവ് എവിടെയാണ്? സിക്കിം. വലുതേതാ? വലുത് രാജസ്ഥാൻ, ചെറുത് ഗോവ. വലുത് രാജസ്ഥാൻ, ചെറുത് ഗോവയിലാണ്, അല്ലെ? ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് അറിയാമോ? ഇപ്പൊ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ് കേട്ടോ. ലഡാക്ക് ആണ് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ നിങ്ങൾ ഉത്തർപ്രദേശ് പറഞ്ഞില്ലേ? ഉത്തർപ്രദേശ് അത് മാത്രമല്ലടേ. ഉത്തർപ്രദേശിലെ ഏറ്റവും ജനസംഖ്യ മാത്രമല്ല, പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ. അത് മാത്രമല്ല, ലോകസഭാ സീറ്റുകൾ കൂടുതൽ, രാജ്യസഭാ സീറ്റുകൾ കൂടുതൽ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ കൂടുതൽ, ഇതെല്ലാം ഉത്തർപ്രദേശിലാണ്. അപ്പൊ ജനസംഖ്യ, പട്ടികജാതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നിവ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലാണ്. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. മറന്നുപോരുത്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം എന്താ? ലഖ്നൗ. ഉത്തർപ്രദേശിന്റെ
ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം എന്താണ്? ലക്നൗ. ലക്നൗ നിങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ലക്നൗ ഉടമ്പടി എന്ന് കേട്ടിട്ടുണ്ടോ? ലക്നൗ പാക്ട് 1916 മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം ചോദിച്ചിട്ടില്ലേ? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് AC മജുംദാർ ആണ് കേട്ടോ. AC മജുംദാർ ആണ്. ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയതും 16 അതുപോലെ നമ്മുടെ കോൺഗ്രസും മിതവാദികളും കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചതും 16 അപ്പം 1916 മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്. പിരിഞ്ഞത് 1907 സൂററ്റ് വിഭജന സമയത്ത്. റാഷ് ബിഹാരി ഘോഷ് ആണ് ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് ആയിരുന്നു വെച്ചാൽ. പിരിഞ്ഞ സമയത്ത് 1907, ഒന്നിച്ചത് 16 ലക്നൗ സമ്മേളനം. അപ്പൊ ഉത്തർപ്രദേശിലാണ് ഗോതമ്പ് ഏറ്റവും കൂടുതൽ. അരി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? അരി പശ്ചിമ ബംഗാൾ അല്ലെ. അരി ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാൾ. അരി മാത്രമല്ല, പിന്നെ ഇത് പറയാം, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളാണ്. ചണം ഏറ്റവും കൂടുതലും പശ്ചിമ ബംഗാളാണ്. അരി, കണ്ടൽക്കാട്, ചണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമല്ലേ കൊൽക്കത്ത? കൊൽക്കത്തയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഹൂഗ്ലി നദിയാണ് അല്ലെ. കൊൽക്കത്തയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഹൂഗ്ലി നദി. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല അവിടെയല്ലേ? ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് റിഷറ അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല ഏതാണ്? റിഷറ. അപ്പൊ ചണം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ചണം ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ഒരു സർവകലാശാലയുടെ പേരാണ് വിശ്വഭാരതി സർവകലാശാല. ഇപ്പൊ എന്താ അത് പ്രത്യേകത? എന്താ വിശ്വഭാരതി സർവകലാശാലയ്ക്ക് പ്രത്യേകത? യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ സർവകലാശാല. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വിശ്വഭാരതി സർവകലാശാല 2023 കിട്ടിയായിരുന്നു കേട്ടോ. ആരാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ 1921 കേട്ടോ. 1901 വന്ന ശാന്തിനികേതനാണ്. അതിനെയാണ് നമ്മൾ 21 എന്താക്കി മാറ്റുന്നത്? വിശ്വഭാരതി സർവകലാശാല ആക്കുന്നത്. ആരാ സ്ഥാപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ അല്ലെ. രവീന്ദ്രനാഥ ടാഗോറിന്റെ 2-3 കൃതികൾ എന്ന് പറഞ്ഞേ. കാബൂളിവാല, ഗോറ, ഗാർഡനർ, പോസ്റ്റ് ഓഫീസ് അല്ലെ. കാബൂളിവാല, ഗോറ, ഗാർഡനർ, പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെ രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് 1913 ഗീതാഞ്ജലി എന്ന കൃതിക്കല്ലേ. നോബൽ സമ്മാനം ലഭിച്ചത് 1913 ഗീതാഞ്ജലി. ജനഗണമന ആലപിച്ചതും എഴുതിയതും അദ്ദേഹമല്ലേ. എന്നാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചത്? ജനഗണമന ആലപിച്ച INCയുടെ സെക്ഷൻ 1911 കൊൽക്കത്ത സെക്ഷനാണ് അല്ലെ. ജനഗണമന ആലപിച്ചത്. പക്ഷെ ജനഗണമന ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24 50 ജനുവരി 24 അംഗീകരിച്ചു. പക്ഷെ ആദ്യമായിട്ട് പാടിയത് 1911 അല്ലെ ജനഗണമന. വന്ദേമാതരം പാടിയ വർഷം പറഞ്ഞേ. വന്ദേമാതരം പാടിയത് 1896 കൊൽക്കത്ത സെക്ഷൻ തന്നെയാണ്. 1896 വന്ദേമാതരം. ജനഗണമനയും വന്ദേമാതരവും ഏത് ഭാഷയില? ബംഗാളി ഭാഷയില. ഏത് ഭാഷയെന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷ. അപ്പൊ പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം ഏതാണ്? കൊൽക്കത്ത തുറമുഖത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കൊൽക്കത്ത തുറമുഖത്തിന് ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ നദീജന്യ തുറമുഖം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? ഒരു നദീജന്യ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? കൊൽക്കത്ത തുറമുഖം. ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ് കൊൽക്കത്ത. അപ്പൊ ഇന്ത്യയിലെ ചണമില്ല് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലെ റിഷറയിലാണ്. സുവർണ നാര് ചണമാണോ? ആണ്. സുവർണ നാര് ചണമാണ്. സാർവത്രിക നാര് അഥവാ യൂണിവേഴ്സൽ ഫൈബർ ആണ് പരുത്തി അല്ലെ. സാർവത്രിക നാര് അഥവാ യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? പരുത്തി. പരുത്തി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. പരുത്തി ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഗുജറാത്ത്. പക്ഷേ പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയ്ക്കാണ്. പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. പരുത്തി തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ മുംബൈ തുറമുഖമാണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതേ മുംബൈ തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാനായിട്ട് വന്ന 2 തുറമുഖങ്ങൾ ഏതെന്ന്. മുംബൈ തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വന്ന തുറമുഖങ്ങളാണ് നാവശേവ ജവഹർലാൽ നെഹ്റു നാവശേവ തുറമുഖവും ഗുജറാത്തിലെ കാണ്ടില തുറമുഖവും ഇങ്ങനെയാണ് വന്നത് കേട്ടോ. ഗുജറാത്തിലെ കാണ്ടിലയും മുംബൈയിലെ നാവശേവ തുറമുഖവും മുംബൈ തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വന്നേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖമാണ് കേട്ടോ. മൊത്തം 13 മേജർ തുറമുഖങ്ങളാണ്
ഇന്ത്യക്കുള്ളത്. 13 മേജർ തുറമുഖങ്ങൾ. അവസാനമായിട്ട് വന്ന തുറമുഖം പോർട്ട് ബ്ലെയറിലാണ് കേട്ടോ. ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലാണ് അവസാനമായി നിൽക്കുന്ന തുറമുഖം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജനസംഖ്യ, പട്ടികജാതിക്കാർ, ലോകസഭ, രാജ്യസഭ, നിയമസഭാ സീറ്റുകൾ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്. പട്ടികജാതിക്കാർ കൂടുതൽ ഉത്തർപ്രദേശ് ആണെങ്കിൽ പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശാണ് കേട്ടോ. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ എവിടെയാണ്? മധ്യപ്രദേശ്. കാടുകൾ ഏറ്റവും കൂടുതലും മധ്യപ്രദേശിലാണ്. കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. കാട് ഏറ്റവും കുറവ് ഹരിയാനയ്ക്കാണ് കേട്ടോ. കാട് ഏറ്റവും കുറവ് എവിടെ? ഹരിയാന. ശതമാനാടിസ്ഥാനത്തിൽ കാട് കൂടുതൽ മിസോറാമിലാണ് കേട്ടോ. ശതമാനാടിസ്ഥാനത്തിൽ കാട് കൂടുതൽ എവിടെയാണ്? മിസോറാം. അപ്പൊ കാട് ഏറ്റവും കൂടുതൽ എവിടെയാണ്? കാട് ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ എവിടെ? മിസോറാം. കാട് കുറവ് എവിടെയാണ്? ഹരിയാനയിലാണ് അല്ലെ. മധ്യപ്രദേശിലല്ലേ ഇന്ത്യയുടെ വജ്രക്കനി? ഇന്ത്യയുടെ വജ്രക്കനി മധ്യപ്രദേശിലെ പന്ന. ഇന്ത്യയുടെ വജ്രക്കനി ഏതാണ്? മധ്യപ്രദേശിലെ പന്നയാണ് ഇന്ത്യയുടെ വജ്രക്കനി അല്ലെ. ഇന്ത്യയുടെ കൽക്കരിക്കനി ഏതാണ്? 2 എണ്ണം ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിക്കനി ജാർഖണ്ഡിലെ ജാറിയ. ഏറ്റവും പഴയ കൽക്കരിക്കനി ഏതെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് റാണിഗഞ്ച് ആണ്. പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ച്. അപ്പൊ ഏറ്റവും വലിയ കൽക്കരിക്കനി ഏതാണ്? ജാർഖണ്ഡിലെ ജാറിയയാണ് ഏറ്റവും വലിയ കൽക്കരിക്കനി. അതുപോലെ പഴയ കൽക്കരിക്കനി ചോദിച്ചാൽ റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. പഠിച്ചു വെച്ചിരിക്കണേ. ഓക്കെ, കുറച്ച് റിവിഷൻ ഇടവിട്ട് ഇതുപോലെ റിവിഷനും കൂടെ കുറെ ബേസിക് ഒക്കെ അങ്ങ് പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് അധ്യായങ്ങൾ പോലെ കൊണ്ടുവരും. പഠിക്കണേ, നല്ലോണം പോയിരുന്ന് പഠിക്കുക. ഓരോ ദിവസവും വാശിയോടുകൂടി. ഇനി ഒരു 10-20 ദിവസമോ 25 ദിവസവും കൂടെ ഒക്കെ കിട്ടും. അത് പൂർണ്ണമായും ഏറ്റവും ഇമ്പോർട്ടന്റിന് ഡെഡിക്കേറ്റ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം കവർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഭരണഘടന, മൗലികാവകാശ നിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ പഞ്ചായത്ത് രാജ്, ഭരണഘടനാ നിർമ്മാണ സഭ, കടമെടുത്ത ആശയങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ പഠിക്കുക. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, ഉത്തരപർവ്വത മേഖല, തുറമുഖങ്ങൾ, ദേശീയ ജലപാതകൾ, ശിലകൾ, അന്തരീക്ഷ പാളികൾ, അതുപോലെ 1857 വിപ്ലവം. അതെല്ലാം ഞാൻ ഒന്നുകൂടെ ഒക്കെ പറഞ്ഞു തരാം. നിങ്ങളൂടെ നല്ലോണം പഠിക്കുക കേട്ടോ. എല്ലാവിധ പ്രാർത്ഥനകളും. ആദ്യത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. ഓരോ ദിവസവും പറ്റുന്ന ദിവസം എല്ലാം റിവിഷനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെ. നമ്മൾ പഠിച്ചതൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നല്ല ശ്രദ്ധിച്ച് പഠിച്ച് മുന്നേറുക. അത് മാത്രം പോരാ, നിങ്ങളായി കവർ ചെയ്ത് മുന്നോട്ട് ആത്മവിശ്വാസം വെക്കണേ. കിട്ടും. ധൈര്യമായിട്ടിരിക്കുക. കുറേ അധികം പേര് നല്ല റാങ്കോടുകൂടി പാസ്സാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.